ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സോപ്പാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് 5 പൊടികൾ ചേർത്തുള്ള സോപ്പാട്ടം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാൻ 500 ഗ്രാം ബേസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ ബേസ് ആട്ടോ ഇത്. ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആട്ടോ യൂസ് ചെയ്യണത്. അത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിടാം കേട്ടോ. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ പാത്രം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. സോപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, സോപ്പ് ഉണ്ടാക്കണമെന്ന്. അത് നമുക്കെല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കൂല്ലേ. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. ഈ 1 വർഷം മുന്നേ വരെ എനിക്ക് സോപ്പിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴായിട്ട് ഞാനും അത് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഏത് സോപ്പും ഞാൻ ഉണ്ടാക്കും കേട്ടോ. അത് നമുക്ക് സോപ്പിലേക്കുള്ള ഐറ്റംസ് കാണാം കേട്ടോ. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 500 ഗ്രാം സോപ്പ് ബേസിലേക്കായിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്തേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആയതുകൊണ്ട് നമുക്കത് ചേർക്കാം കേട്ടോ. ജ്യൂസ് ഐറ്റംസ് ഒന്നും അത്രയും ചേർക്കരുത് കേട്ടോ. പൊടി ആയതുകൊണ്ടാണ് അത്രയും ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഗ്ലിസറിൻ, റോസ് വാട്ടർ, വൈറ്റമിൻ ഓയിൽ, ബദാം ഓയിൽ, പിന്നെ ഇതൊക്കെ ചേർക്കണം കേട്ടോ. ബദാം ഓയിൽ 1/2 ഗ്രാം, വൈറ്റമിൻ ഓയിൽ 1/2 ഗ്രാം, ഗ്ലിസറിൻ 2 ml, അതുപോലെ റോസ് വാട്ടർ 3 ml, ഇത്രയാണ് ചേർത്തേക്കണത്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിരുന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, കട്ട കെട്ടാതെ. ഞാൻ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഐറ്റംസ് ഇടുക കേട്ടോ. തുടക്കത്തിലേ ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് അവിടെ ഇവിടെ ഇരിക്കും കേട്ടോ. നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആവുന്ന കൂടെ തന്നെ ഈ പൗഡറും മെൽറ്റ് ആവണം കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെങ്കിൽ പത കൂടും കേട്ടോ. പത വന്നാൽ പിന്നെ മൊത്തം പതയായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി വന്നു തുടങ്ങി കേട്ടോ. നല്ല ക്ലിയർ കളർ കണ്ട. ഒരു കളറോ ഒന്നും നമ്മൾ ചേർക്കാത്ത കേട്ടോ. ഇനി അതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്യണം കേട്ടോ. 10 ml സ്മെല്ലാട്ടോ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഒരു 5 ml കൂടി ചേർത്ത് എന്നിട്ട് എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ സ്മെല്ലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് 15 ml സ്മെല്ല് ആഡ് ചെയ്തിട്ടിട്ടാ. നമുക്കിനി ഓരോ മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. ബാക്കിയുള്ള ചെറിയ മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. കളയാൻ പാടില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സോപ്പാണല്ലോ ഇതൊക്കെ. ഇതുകൊണ്ട് കളയാൻ പാടില്ല. ഇനി ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മോൾഡിൽ നിന്നും റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മുടെ സോപ്പൊക്കെ ഇത് സെറ്റായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല കട്ടിയും നല്ല പതയും ഉണ്ട് കേട്ടോ നമ്മുടെ സോപ്പിന്. ഇനി നമുക്ക് പൊതിഞ്ഞ് വെക്കാം കേട്ടോ. അത് പൊടിയായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ പൊതിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. പൊതിഞ്ഞ് വെച്ചാലാണ് നമ്മുടെ സോപ്പിന് ലാസ്റ്റ് പോകും കേട്ടോ. അല്ലെങ്കിൽ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. സോപ്പിൻ്റെ ഫ്രണ്ട് വശം ബാക്കിലേക്കും അടിവശം മുകളിലേക്കും ആയിട്ടാണ് പൊതിയേണ്ടത്. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സോപ്പൊക്കെ സെറ്റായി കണ്ടോ, അടിപൊളിയായിട്ടില്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ കണ്ടോ. അങ്ങനെ നമുക്ക് എല്ലാ സോപ്പും പൊതിഞ്ഞ് വയ്ക്കാം കേട്ടോ. ഇങ്ങനത്തെ കറുത്ത പാട്, കുരുക്കൾ, കരിമുങ്കൽ അങ്ങനെയുള്ളതൊക്കെ പോകാൻ ഏറ്റവും നല്ല സോപ്പാണ് ഇത്. ഇത്രയും ഐറ്റംസ് പൊടി ചേർത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ കണ്ടിട്ട്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സോപ്പാട്ടോ. അതുപോലെ നമുക്ക് എല്ലാ സോപ്പും പൊതിഞ്ഞ് വയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ സോപ്പൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലൊന്നും പോകത്തില്ല കേട്ടോ. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ?
സോപ്പ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മറക്കല്ലേ കൂട്ടുകാരെ. സോപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.